ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന സുരേഷ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. FB പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ 2023 ഫെബ്രുവരി 14 ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് കൊടുത്തിരുന്നു. ആ സമൻസിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നതിന് ശേഷമാണ് സ്വപ്ന സുരേഷ് ഈ പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ഒക്കെ ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. ഈ UAE കോൺസുലേറ്റ് വഴി ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം. അത് സംബന്ധിച്ച് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം അവസാനിച്ചിട്ടില്ല. കസ്റ്റംസ് ആണ് അത് പിടിച്ചതെങ്കിലും പിന്നീട് NIAക്ക് കേസ് കൈമാറി. ആ കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് സ്വപ്ന ജാമ്യത്തിലിറങ്ങി. ഇപ്പോൾ സ്വപ്ന ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രിയുടെ വീടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ, ഭാര്യ, മകൻ ഇവരുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ സ്വപ്ന ഇടയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണ്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെ അതൊന്നും കരയ്ക്കടിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ കേസിന് കൃത്യമായ ഒരു തുമ്പുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഞാൻ സ്വപ്നയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് വരാം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാനതൊന്ന് വായിക്കാം. ഇപ്പോഴാണോ മലയാളം മാധ്യമങ്ങൾ ഇത് അറിയുന്നത്? ഒരു സാധാരണക്കാരൻ്റെ മകനാണ് ED നോട്ടീസ് നെഗ്ലക്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അറസ്റ്റ്, ജയിൽ, കോടതി, വിചാരണ, അങ്ങനെ എന്തെല്ലാം കോലാഹലമായേനെ. മകനെയും മകളെയും ED ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി പോലെ എല്ലാം പുറത്തു വരും. അത് അച്ഛന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത്. അത് നടപ്പിലാകണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണം. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു പഴയ സംഭവം ഓർമ്മ വന്നു. 2018 ഞാനും എൻ്റെ പഴയ ബോസ് ആയ UAE കോൺസുൽ ജനറലും ആയിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി. ക്യാപ്റ്റൻ്റെ ഒഫീഷ്യൽ വീട്ടിൽ ആയിരുന്നു കൂടിക്കാഴ്ച. അവിടെ വച്ച് ക്യാപ്റ്റൻ ആയ അച്ഛൻ തൻ്റെ മകനെ കോൺസുൽ ജനറലിന് പരിചയപ്പെടുത്തി. മകൻ UAEയിൽ ഒരു ബാങ്കിൽ ആണ് ജോലി ചെയ്യുന്നത് എന്നും അവന് UAEയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനു വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നും കോൺസുൽ ജനറലിനോട് ആവശ്യപ്പെട്ടു. ബ്രാക്കറ്റിൽ ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലെ CCTV ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ EDക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത പാരഗ്രാഫ്. പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് UAEയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ? ഉത്തരം: പറ്റും. അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും. NB: വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും. നമുക്ക് കാത്തിരിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. ഇതാണ് സ്വപ്ന സുരേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് അവർ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഈ പോസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഈ സ്വപ്ന സുരേഷ് പറഞ്ഞതിൽ വാസ്തവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ED ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. മറിച്ച് അവർ പറയുന്നതിനകത്ത് വാസ്തവമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന് അതിനുള്ള അധികാരമുണ്ട്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ആളെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം സ്വപ്ന സുരേഷിനുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ജനങ്ങൾക്ക് സത്യമറിയാൻ താല്പര്യമുണ്ട്. നമുക്കിവിടെ സ്റ്റാർ ഹോട്ടൽ ആര് വാങ്ങിയാലും ആര് വിറ്റാലും ഒന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. കയ്യിൽ പണമുള്ളവർ പല പല ബിസിനസ്സുകളിൽ അത് നിക്ഷേപിക്കും. അതിൻ്റെ ലാഭമെടുക്കും. നഷ്ടം വരുമെന്ന് കണ്ടാൽ അത് വിറ്റ് കൈമാറും.
ഇതൊക്കെ സ്വാഭാവികമാണ്. മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് ആളിന് ബിസിനസ് ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഒരു നിയമവും നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ ഇവിടെ ഈ പറയുന്നത് പോലെ സ്വപ്ന ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്കകത്ത് വാസ്തവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ ആരോപണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ അവർ ഓവർ ടൈം പണിയെടുക്കും, കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ സ്വാഭാവികമാണ്. നമുക്കതെല്ലാം നേരത്തെയും നമ്മുടെ നാട്ടിൽ നടന്നതാണ്, നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് വാസ്തവ വിരുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും കേരള പോലീസും ഇതിൽ ഇടപെടണം, നടപടിയെടുക്കണം. മറിച്ച് ഇതിനകത്ത് വസ്തുതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ED ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ മറ്റെന്തെങ്കിലും ഈ പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ആരോപണങ്ങളാണല്ലോ ഉയരുന്നത്, അതുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനുള്ള അധികാരം EDക്കുണ്ട്. എന്തായാലും സ്വപ്ന സുരേഷിൻ്റെ ഫേസ്ബുക്ക് ഒരു തവണ കൂടി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്തറിയും എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ സ്വപ്ന നിലവിൽ എനിക്ക് തോന്നുന്നു അവർ കേരളത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ബാംഗ്ലൂരിലാണ്. അവർ അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന സ്വപ്ന സുരേഷ് തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അത് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണ്. ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും സത്യസന്ധമായി അന്വേഷിക്കപ്പെടണം. ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അമാന്തമുണ്ടാകരുത്. ഇത് ED, അതുപോലെ NIA, ഇൻകം ടാക്സ്, കസ്റ്റംസ്, ഇങ്ങനെ നിരവധി ഏജൻസികളിലൂടെ കടന്നുപോയ ഒരു കേസാണ് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തി എന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കേന്ദ്ര സർക്കാരിനും കൈകഴുകി മാറി നിൽക്കാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസികളാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. അത് ED ആകട്ടെ, NIA ആകട്ടെ, അവരൊക്കെ വളരെ കൃത്യമായിട്ട്, നേരത്തെ നമുക്കറിയാം കേരളത്തിലെ മന്ത്രിമാരെ അടക്കം ചോദ്യം ചെയ്തതാണ്. KT ജലീലിനെ പോലെയുള്ളവർ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ ചെല്ലേണ്ടി വന്നു. അന്നൊക്കെ ഉണ്ടായ വിവാദം വളരെ വലുതാണ്. നമ്മൾ പലപ്പോഴും, നമ്മളെ സംബന്ധിച്ച് ഈ സർക്കാർ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ വീഴും, പലരും അറസ്റ്റിലാകും, മന്ത്രിമാരടക്കം ഒരു പക്ഷേ അകത്താകും എന്നൊക്കെ ഉള്ള പ്രതീതി ജനിച്ചിരുന്നു. അത്തരം പ്രതീതി ജനിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ സാധിച്ചു. പക്ഷേ ഇപ്പോഴും ഈ കേസിന് കൃത്യമായ ഒരു തുമ്പുണ്ടായിട്ടില്ല. ഈ കേസ് എങ്ങും തൊടാതെ നിൽക്കുകയാണ്. ആർക്കും ഇതിൽ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടേക്കാണ് ഈ സ്വർണം കടത്തിയത്, സ്വർണം കൊണ്ടുവന്നത്, സ്വർണം വിറ്റത്, ഇവിടെ നിന്ന് ഡോളർ തിരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരൂഹമായ വിഷയങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അടിയന്തരമായ ശ്രദ്ധ കേന്ദ്ര സർക്കാരിൻ്റെത് പതിയണം. ഈ ED പോലെയുള്ള ഏജൻസികൾ ഒട്ടും അമാന്തം കാണിക്കാതെ ഇപ്പോഴുണ്ടായ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായി ഈ കേസ് അന്വേഷിക്കേണ്ടതാണ്. ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ ഉണ്ടാകരുത്. വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ, അതാര് തന്നെ ആയാലും, അത് ഇന്ന ആളാണ് കുറ്റവാളി എന്ന മുൻവിധിയൊന്നും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് തന്നെ കുറ്റവാളി ആരായാലും, എത്ര പ്രഗത്ഭനായാലും, എത്ര ഉന്നതനായാലും, എത്ര നിസ്സാരക്കാരനായാലും ശരി, ഇതുപോലെ നമ്മുടെ രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുന്ന, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന തരത്തിലുള്ള സ്വർണ്ണക്കടത്തടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ആര് തന്നെയായാലും ശരി, അവരെ നിയമത്തിൻ്റെ മുന്നിലെത്തിച്ച് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.